കൊപ്പത്ത് പോലീസ് കസ്റ്റഡിയിലുള്ള ഓട്ടോറിക്ഷയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വളാഞ്ചേരി തിണ്ടലം മാവണ്ടിയൂർ വടക്കുംപുറം വെള്ളൂർതൊടി അബുവിന്റെ മകൻ അഷ്റഫാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത്. കൊപ്പത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ വളാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്നു വളാഞ്ചേരി സ്വദേശികളായ സുനിലും അഷ്റഫും മുസ്തഫയും. കൈപ്പുറത്തിന് സമീപം ഇവരുടെ ഓട്ടോറിക്ഷ എതിരെ വന്ന കാറിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ നിർത്താതെ പോകുകയും ചെയ്തു. ഇതിനിടെ നാട്ടുകാർ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഡ്രൈവിംഗ് ലൈസൻസും ഇൻഷുറൻസ് രേഖകളും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഡ്രൈവർ സുനിലിനെതിരെ കേസെടുത്തു. ഡ്രൈവർ സുനിലും വാഹനത്തിലുണ്ടായിരുന്നവരും മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ബുധനാഴ്ച രാവിലെ രേഖകൾ ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് ഇവരെ രാത്രിയോടെ തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ നാട്ടിലേക്ക് പോകാതെ അഷ്റഫും സഹോദരൻ മുസ്തഫയും റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ വന്ന് കിടന്നുറങ്ങുകയായിരുന്നുവെന്നാണ് പറയുന്നത്. പുലർച്ചെ പോലീസ് പുറത്ത് പരിശോധിക്കുന്ന വേളയിലാണ് ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുന്നവരെ കണ്ടത്. തുടർന്ന് മുസ്തഫയെ വിളിച്ച് ഉണർത്തുകയായിരുന്നു. ഇതിനിടെയാണ് സഹോദരന് അനക്കമില്ലെന്ന വിവരം മുസ്തഫ പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് ഇയാളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ. ഈ ചാനൽ ന്യൂസ് കൊപ്പം.